ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നൊരു കപ്പലണ്ടി മിഠായിയുടെ റെസിപ്പിയാണ്. നല്ല ഈസിയാണ് തയ്യാറാക്കിയെടുക്കാനായിട്ട്. അതിനായിട്ട് ഞാനിവിടെ 1.5 കപ്പ് കപ്പലണ്ടി എടുത്തിട്ടുണ്ട്. അതൊന്ന് നമ്മൾ വറുത്തതായാലും വറുക്കാത്ത കപ്പലണ്ടി ആയാലും നല്ലോണം ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്ത് വേണം തയ്യാറാക്കാനായിട്ട്. അപ്പോൾ ഒന്ന് നന്നായിട്ടൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനി തണുക്കാനായിട്ട് കുറച്ച് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമുള്ളത് ശർക്കരയാണ്. കപ്പലണ്ടി മിഠായി പഞ്ചസാരയിലും ചെയ്തെടുക്കാം, ശർക്കരയിലും ചെയ്തെടുക്കാം. കുറച്ചുകൂടി ഹെൽത്തി ആയിട്ട് ശർക്കരയിൽ ചെയ്തെടുക്കുന്നതാണ് ടേസ്റ്റും നല്ലത്. അതിനായിട്ട് ഞാനിവിടെ 1.5 കപ്പ് കപ്പലണ്ടിക്ക് 1 കപ്പ് ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1/4 കപ്പ് വെള്ളം ഒഴിച്ച് നല്ലോണം ഒന്ന് മെൽറ്റാക്കി എടുക്കാം. ശർക്കര മെൽറ്റാവുന്ന സമയം കൊണ്ട് കപ്പലണ്ടി ഒന്ന് തണുത്തിട്ടുണ്ട്. ഇതൊന്ന് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. ഒരുപാട് ഫൈൻ പൗഡർ ആക്കണ്ട, ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്താൽ മതി. കപ്പലണ്ടി പൊടിക്കാതെയും ചെയ്തെടുക്കാം, ഞാൻ പൊടിച്ചാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആവശ്യത്തിന് പൊടിച്ച് കിട്ടിയിട്ടുണ്ട്. ഇതിനി വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം. ശർക്കരയൊക്കെ നല്ലോണം മെൽറ്റായി വന്നിട്ടുണ്ട്. ഇതിനി ശർക്കരയുടെ മേളിലത്തെ അഴുക്കെല്ലാം കോരി മാറ്റിയതിന് ശേഷം ഇതൊന്ന് അരിച്ച് മാറ്റിയെടുക്കാം. ശർക്കര മെൽറ്റാക്കാൻ വയ്ക്കുമ്പോൾ ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട, എങ്കിൽ കുറേ നേരം വരും ഇതൊന്ന് വറ്റി കിട്ടാനായിട്ട്. അതുകൊണ്ട് ഒരല്പം വെള്ളം ഒഴിച്ച് നല്ലോണം മെൽറ്റാക്കി എടുത്താൽ മതി. നല്ലോണം ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. ഇതിലെല്ലാം അഴുക്കും പൊടിയും മാറാനായിട്ടാണ്. അരിച്ച് മാറ്റിയതിന് ശേഷം ഇനി തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് ഗ്യാസ് സ്റ്റോപ്പിലൊരു പാൻ വെച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ ശർക്കര പാനി നല്ലോണം ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ടൊന്ന് വറ്റിച്ചെടുക്കണം. ശർക്കര പാനി കറക്റ്റ് പാകത്തിന് കിട്ടിയാൽ മാത്രമേ കപ്പലണ്ടി മിഠായി ഒരു ക്രിസ്പി ടൈപ്പിൽ കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ ശർക്കര ഇങ്ങനെ ഒട്ടിപ്പിടിക്കുന്ന ടൈപ്പിൽ, ചൂയി ടൈപ്പിൽ കപ്പലണ്ടി മിഠായി ആയിപ്പോവും. അതുകൊണ്ട് നല്ലോണം ഒന്ന് വറ്റിച്ചെടുക്കാം. കപ്പലണ്ടി മിഠായി റെഡിയായ ശേഷം പെട്ടെന്ന് തന്നെ ഒരു പാത്രത്തിലോട്ട് ഓയിൽ തടകിയ ഒരു പാത്രത്തിലോട്ട് മാറ്റണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ കട്ടിംഗ് ബോർഡാണ് എടുത്തിട്ടുള്ളത്. അതിലോട്ട് കുറച്ച് ഗീ ഒഴിച്ച് നല്ലോണം ഒന്ന് സ്പ്രെഡ് ചെയ്ത് മാറ്റി വയ്ക്കാം. ആ സമയം കൊണ്ട് തന്നെ ശർക്കര നല്ല പാകത്തിന് വറ്റി വന്നിട്ടുണ്ട്. ഇതിൻ്റെ കറക്റ്റ് പാകം എന്ന് പറയുന്നത് ഇതുപോലെ വെള്ളത്തിലിട്ട് കഴിഞ്ഞ ശേഷം ഒട്ടാതെ നല്ല ക്രിസ്പി ആയിട്ട് ഒരു റോളായിട്ട് എടുക്കാൻ പറ്റും. ഇതാണ് കറക്റ്റ് പാകം. ഇത് ഒട്ടുന്ന ടൈപ്പാണെങ്കിൽ കുറച്ചുകൂടി വറ്റാനുണ്ട്. ഇത് കറക്റ്റ് പാകമാണ്. ഇനി ഇതിലേക്ക് പൊടിച്ച് മാറ്റി വെച്ചിരിക്കുന്ന കപ്പലണ്ടി മുഴുവനായിട്ട് ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ആദ്യം കൈ വിടാതെ തന്നെ നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. ഈ സമയം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട്. തണുക്കും തോറും ഇത് ഹാർഡായി പോവും. അതുകൊണ്ട് ചൂടോടി കൂടി തന്നെ നല്ലോണം ഒന്ന് ഫാസ്റ്റിലൊന്ന് മിക്സ് ചെയ്തെടുക്കണം. എല്ലായിടത്തും ഒരുപോലെ ശർക്കര എത്തുന്ന തരത്തിൽ തന്നെ നല്ലോണം മിക്സ് ചെയ്തെടുത്ത് നേരത്തെ ഓയിൽ സ്പ്രെഡ് ചെയ്ത് വെച്ചിരിക്കുന്ന പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം. ഇനി തണുക്ക് മുന്നേ തന്നെ ചൂടോടി കൂടി തന്നെ നല്ലോണം ഒന്ന് പ്രസ് ചെയ്ത് ഒന്ന് പരത്തി കൊടുക്കാം. ആദ്യം സ്പാച്ചില കൊണ്ട് നല്ലോണം ഒന്ന് പരത്തിയതിന് ശേഷം ചപ്പാത്തി റോളർ കൊണ്ട് അതിലേക്ക് കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്തതിന് ശേഷം ആ റോളർ വെച്ച് ഒന്ന് നന്നായിട്ടൊന്ന് പരത്തി ഒന്ന് നല്ല ഷേപ്പാക്കി ചൂടോടി കൂടി തന്നെ റെഡിയാക്കി എടുക്കണം. നല്ലോണം ഒന്ന് ഷേപ്പാക്കി ഇപ്പോൾ തണുത്ത് വന്നിട്ടുണ്ട്. സൈഡ് ഭാഗമൊക്കെ ഞാൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അപ്പം ഞാൻ നല്ല തണുത്തതിന് ശേഷമാണ് ഓരോ പീസാക്കി കട്ടാക്കി എടുത്തത്. അതുകൊണ്ടാണ് ഇടയ്ക്കൊക്കെ ഒന്ന് പീസ് സ്ക്വയർ അല്ലാതെ ഒന്ന് പൊട്ടിപ്പോയത്. അപ്പോൾ നിങ്ങൾ കട്ട് ചെയ്യുമ്പോൾ നല്ല പകുതി ചൂടോടി കൂടി തന്നെ ഷേപ്പാക്കി വെക്കണം. നല്ലോണം തണുത്തതിന് ശേഷം പൊട്ടിച്ചെടുക്കാൻ കുറച്ചുകൂടി ഈസിയാകും. നല്ല തണുത്തതിന് ശേഷം കട്ട് ചെയ്ത് പീസാക്കാൻ കുറച്ച് പാടാണ്. അങ്ങനെ നല്ല അടിപൊളി ക്രിസ്പി ആയിട്ടുള്ളൊരു കപ്പലണ്ടി മിഠായി റെഡി ആയിട്ടുണ്ട്. ഒരുപാട് അങ്ങ് ഹാർഡൊന്നും അല്ല, എങ്കിലും ഒരു മീഡിയം സോഫ്റ്റും എന്നാൽ ആവശ്യത്തിന് ഹാർഡും ആയിട്ടുള്ളൊരു ക്രിസ്പി ടൈപ്പിലുള്ള ഒരു കപ്പലണ്ടി മിഠായിയാണ്. നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്നതിനേക്കാൾ ടേസ്റ്റ് വീട്ടിൽ തന്നെ ചെയ്തെടുക്കുന്നതാണ്. നല്ല ടേസ്റ്റായിരുന്നു. എന്തായാലും ഇത് പഞ്ചസാരയിൽ റെഡിയാക്കുന്നതിനേക്കാൾ ടേസ്റ്റ് ശർക്കര ഇത് ചെയ്തെടുക്കുമ്പോഴാണ്. പിന്നെ ശർക്കരയുടെ പരുവം ഒന്ന് കറക്റ്റ് ടെക്സ്ചറിൽ കിട്ടിയാൽ എന്തായാലും ഈ റെസിപ്പി ഫ്ലോപ്പ് ആവില്ല. ആ ശർക്കരയുടെ പരുവം മാത്രം ഒന്ന് കറക്റ്റ് ഒന്ന് നോക്കിയാൽ മതി. ബാക്കിയെല്ലാം ഈസിയാണ്. അപ്പോൾ എന്തായാലും ഇതെല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ എന്ന് കരുതുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നെക്സ്റ്റ് ഇതുപോലൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.